ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമത്തിൽ ഏവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് വേർഷൻ ഇങ്ങനെയാണ്: ഫോർ unto you is born this day in the city of David a Savior which is Christ the Lord. ഈ വാക്യത്തിൽ നിന്നും 3 ചിന്തകളാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഫോർ unto you is born. നിങ്ങൾക്കായി ജനിച്ച അല്ലെങ്കിൽ നമുക്കായി ജനിച്ച ക്രിസ്തുവിൻ്റെ വ്യക്തിപരമായ സന്ദേശമാണ് ക്രിസ്മസ്. ഇറ്റ്സ് പേഴ്സണൽ. ജനകോടികൾ ക്രിസ്മസിനെ അവരവരുടേതായ രീതിയിൽ ആഘോഷിക്കുമ്പോൾ നമ്മുടെ വ്യക്തിജീവിതത്തിലേക്ക് ക്രിസ്തു പകർന്നു തന്ന ക്രിസ്മസിൻ്റെ സന്ദേശമാണ് നമ്മുടെ ജീവിതങ്ങളെ ക്രിസ്മസ് മാറ്റിമറിക്കുവാനുള്ള ഒരേ ഒരു മാർഗം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്മസിൻ്റെ വർണ്ണപ്പകിട്ടുകൾക്കിടയിലും ഓർമ്മിക്കപ്പെടേണ്ടത് ദൈവത്തിൻ്റെ മനസ്സാണ്. അബ്രഹാം പിതാവിന് ഇസഹാക്കിനെ യാഗം കഴിക്കേണ്ടെന്ന സാഹചര്യത്തിൽ ഇസഹാക്കിന് പകരം ഒരു ആട്ടിൻകുട്ടിയെ കാണിച്ചു കൊടുത്ത ദൈവം തൻ്റെ സ്വപുത്രനെ ലോകത്തിനു വേണ്ടി യാഗമായി കഴിക്കുന്ന സാഹചര്യത്തിൽ ഒരു ആട്ടിൻകുഞ്ഞിനെ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുന്നില്ല. ആ വലിയ ദൈവസ്നേഹം നമ്മുടെ വ്യക്തിജീവിതങ്ങളിലേക്ക് കൊണ്ടുവരുന്ന മാറ്റത്തിൻ്റെ പേരാണ് ക്രിസ്മസ്. വ്യക്തിപരമായി ഈ ക്രിസ്മസിനെ വിദ്വാൻമാർ തിരിച്ചറിഞ്ഞപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ അവരുടെ യാത്രയ്ക്ക് ഒരു മാറ്റമുണ്ടായത്. അവരുടെ അറിവിൽ നിന്നുകൊണ്ട് അവർ തിരിച്ചറിഞ്ഞ ക്രിസ്മസ് അവരെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചുവെങ്കിൽ, ക്രിസ്തുവിനെ വ്യക്തിപരമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ തിരിച്ച് ആ കൊട്ടാരത്തിലേക്ക് കടന്നു പോകാതെ വേറെ വഴിയായി സ്വദേശത്തേക്ക് കടന്നു പോകുന്ന അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഈ ക്രിസ്മസിൻ്റെ വലിയ സന്ദേശം എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആ ക്രിസ്മസിനെ ഒരു വ്യക്തിപരമായ മെസ്സേജായി ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞാൽ ഹേരോദാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നും ക്രിസ്തു ജനിച്ച പുൽക്കുടിലേക്കുള്ള യാത്ര നമ്മുടെ ജീവിതത്തിലും ആരംഭിക്കും. ആ യാത്രയാണ് നിത്യജീവനിലേക്കുള്ള നമ്മുടെ പ്രയാണത്തിൻ്റെ ആരംഭം. രണ്ടാമത്തെ ചിന്ത: കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ദിസ് ഡേ. കാലസമ്പൂർണതയുടെ ഏറ്റവും വലിയ ഉറപ്പാണ് ക്രിസ്മസിൻ്റെ സവിശേഷത. റഷ്യൻ ചരിത്രകഥയായ ബബുസ്ക എന്ന ക്രിസ്മസ് അമ്മൂമ്മയുടെ കഥ നമുക്ക് ഏവർക്കും പരിചിതമാണ്. വിദ്വാൻമാർ ക്രിസ്തുവിനെ തേടി യാത്രയാകുന്നതിന് പുറപ്പെടുമ്പോൾ ബബുസ്ക എന്ന മാതാവിൻ്റെ അടുക്കലും ചെന്ന്, ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, ഈ ഉണ്ണീശുവിൻ്റെ അരികിലേക്ക് ഞങ്ങൾ ഇന്ന് യാത്രയാകാൻ പോവുകയാണ് എന്ന് പറയും. എന്നാൽ വാതിൽ തുറന്ന് ചുറ്റും നോക്കിയ ബബുസ്ക ആ രാത്രിയുടെ ഭയാനകതയും ഇരുട്ടും തണുപ്പുമൊക്കെ കണ്ടപ്പോൾ, ഇന്ന് ഞാൻ വരുന്നില്ല, ഈ രാത്രി കഴിഞ്ഞ് ഞാൻ നാളെ പ്രഭാതത്തിൽ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് തൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പോയി. വീട്ടിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ഒരു രീതിയിലും സമാധാനമായിട്ടിരിക്കുവാൻ കഴിയാതിരുന്ന ബബുസ്ക പിറ്റേ ദിവസം യാത്ര പുറപ്പെടുവാൻ വേണ്ടുന്ന സന്നാഹങ്ങളൊക്കെ ഒരുക്കിക്കൂട്ടി. പിറ്റേന്ന് രാവിലെ ഉണ്ണീശുവിനെ തിരഞ്ഞ് പുറത്തേക്കിറങ്ങിയപ്പോഴാണ് ബബുസ്കയ്ക്ക് വഴി അറിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഓർമ്മ വന്നത്. കാരണം വിദ്വാൻമാരെ വഴി കാട്ടുവാനായിട്ടുണ്ടായിരുന്ന നക്ഷത്രം അന്ന് രാത്രി മാത്രമേ നിലനിന്നിരുന്നുള്ളൂ. ഇപ്പോഴും ആ ബബുസ്ക ഉണ്ണീശുവിനെ തേടി ഓരോ വീടുകളിലും കടന്നു ചെല്ലാറുണ്ടെന്നും കുഞ്ഞുകുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നാറുണ്ട് എന്നുമൊക്കെയാണ് ബബുസ്ക എന്ന ചരിത്രകഥ പറഞ്ഞു പോകുന്നത്. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 2-ാം വാക്യം: ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാദിവസം. ഈ ക്രിസ്മസ് ആകട്ടെ ആ സുപ്രസാദകാലം. നമ്മുടെ ജീവിതങ്ങളിൽ ക്രിസ്തു കാണിച്ചു തരുന്ന ആ വ്യക്തിപരമായ അടയാളം ഇന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് മാറ്റം വരുത്തുവാൻ, ഇന്ന് രൂപാന്തരത്തിൻ്റെ അനുഭവം കൊണ്ടുവരുവാൻ നമ്മുടെ ജീവിതങ്ങളിൽ കഴിയുമെന്നുവെങ്കിൽ അവിടെയാണ് വിദ്വാൻമാരെ പോലെ ഉണ്ണീശുവിനെ അവരുടെ ജീവിതങ്ങളിലേക്ക് പകർത്തി കൊണ്ടുവരുവാൻ കഴിയുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുന്നത്. മൂന്നാമതായിട്ട് ഈ വാക്യത്തിൽ നിന്നുള്ള ചിന്ത: കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇൻ ദ സിറ്റി ഓഫ് ഡേവിഡ്. മീഖ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യം:
നീയോ ബെത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപനായിരിക്കുന്നവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. കർത്താവായ ക്രിസ്തു ജനിക്കുവാനായി തിരഞ്ഞെടുത്ത ദാവീദിൻ്റെ പട്ടണത്തിൻ്റെ സവിശേഷതകളാണ് മീഖാ പ്രവചനത്തിൽ കാണുന്നത്. ചെറുതായിരിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുന്ന അനുഭവമാണ് ക്രിസ്തുവിൻ്റെ ക്രിസ്മസ്. ക്രിസ്തു ജനിച്ച സന്ദേശം വിദ്വാൻമാർക്ക് മുമ്പേ ആട്ടിടയന്മാരുടെ അടുക്കിലേക്കാണ് ദൈവത്തിൻ്റെ ദൂതന്മാർ കൊണ്ടുവന്നത്. ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ ദൈവത്തെ കാണുവാനായി മലയുടെ മുകളിലേക്ക് കയറുകയാണ്. തൻ്റെ പ്രശ്നങ്ങളെല്ലാം ആ താഴ്വരയിൽ ഉപേക്ഷിച്ചിട്ട് ആ മലയുടെ മുകളിലെ ദൈവത്തെ കാണുവാനായിട്ട് കഷ്ടപ്പെട്ട് വലിഞ്ഞു കയറുന്ന മനുഷ്യൻ മലയുടെ മുകളിൽ ദൈവമുണ്ട് എന്ന് കരുതി മലയുടെ മുകളിൽ ചെന്ന് ദൈവത്തെ നോക്കുമ്പോൾ ദൈവത്തെ കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ തിരിച്ച് താഴോട്ട് നോക്കുമ്പോൾ താഴ്വരയിൽ താൻ ഉപേക്ഷിച്ച പ്രശ്നങ്ങളെ ഏറ്റെടുക്കുവാനായിട്ട് ദൈവം മലയിൽ നിന്നും ഇറങ്ങി താഴ്വരയിലേക്ക് കടന്നു പോകുന്നതായിട്ടാണ് ആ മനുഷ്യൻ കാണുന്നത്. ക്രിസ്മസിൻ്റെ അനുഭവവും ഇത് തന്നെയാണ്. ക്രിസ്തു നമ്മളിൽ നിന്നും ഏറെ വിദൂരെയാണ് എന്നാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ, നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കിടയിൽ ക്രിസ്മസിന് സ്ഥാനമില്ല എന്നാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ, നമ്മുടെ ജീവിതത്തിലെ സർവ്വ സങ്കീർണതകൾക്കും സർവ്വ പ്രശ്നങ്ങൾക്കും അതിന് ഒരു പരിഹാരവുമായിട്ടാണ് ക്രിസ്തുവിൻ്റെ ക്രിസ്മസ് കടന്നു വരുന്നത്. മനുഷ്യനും ദൈവവും തമ്മിലുള്ള വലിയ അന്തരത്തെ തകർത്ത് കളഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും സ്നേഹം താണിറങ്ങി നമ്മുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുവാനായിട്ട് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു വരുന്ന ഏറ്റവും സന്തോഷകരമായ ഒരു മുഹൂർത്തമാണ് ക്രിസ്മസ്. അതുകൊണ്ട് തന്നെ ചുറ്റും നിരാശയുടെ അനുഭവത്തിൽ പ്രത്യാശ നഷ്ടപ്പെട്ടവരായി രോഗത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കുമാണ് ക്രിസ്മസ് ഏറ്റവും സന്തോഷജനകവും ഏറ്റവും ആഹ്ലാദകരവുമായ ഒരു ഉത്സവമായി മാറുന്നത്. കാരണം നമ്മുടെ പ്രശ്നങ്ങളെ പുനരുദ്ധീകരിക്കുവാനായി ക്രിസ്തു നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് തന്നെ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നൽകുവാനായി ക്രിസ്തു കടന്നു വരുന്ന സുവർണ നിമിഷമാണ് ക്രിസ്മസ്. 3 ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. ഒന്ന്, നിങ്ങൾക്കായി നമുക്ക് ഓരോരുത്തർക്കുമായി ജനിക്കുന്ന ക്രിസ്തുവിൻ്റെ വ്യക്തിപരമായ സന്ദേശമാണ് ക്രിസ്മസ്. മറ്റൊന്ന്, ഇതാണ് സുപ്രസാദകാലം. ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്ന ക്രിസ്തുവിനെ ഇന്ന് ഈ അവസരത്തിൽ കണ്ടെത്തുവാനായി നമ്മുടെ ജീവിതങ്ങളെ മാറ്റുവാൻ തയ്യാറായില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് പിന്നീട് അവസരങ്ങൾ ലഭിച്ചില്ല എന്ന് വരാം. മറ്റൊന്ന്, അത്ഭുതകരമായ കൊട്ടാരങ്ങളിലല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ പച്ചയായ സങ്കീർണമായ പ്രശ്നങ്ങളുടെ ഇടയിലാണ് ക്രിസ്മസിൻ്റെ സ്ഥാനം. ജീവിതത്തിലെ ഏറ്റവും നിരാശ അനുഭവിക്കുന്നവർക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ രോഗത്തിലായിരിക്കുന്നവർക്കും പ്രത്യാശ നൽകുന്ന, രോഗങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവസ്നേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ക്രിസ്മസ്. ഈ ക്രിസ്മസിൽ നമുക്ക് 3 ആൾക്കാരെ കാണുവാനായിട്ട് കഴിയും. ഒന്ന്, ഹെരോദ രാജാവാണ്. നമ്മുടെ സുഖസൗകര്യങ്ങളുടെ ഇടയിൽ ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാനായിട്ട് ശ്രമിച്ചാൽ ലൗകികമായ സുഖങ്ങൾ നഷ്ടമാകുമോ എന്ന് പേടിച്ച് ക്രിസ്തുവിനെ അറിയാതിരിക്കുവാൻ ശ്രമിക്കുന്ന, ക്രിസ്മസിനെ ഉൾക്കൊള്ളാതിരിക്കുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ പ്രതിനിധിയാണ് ഹെരോദ രാജാവ്. മറ്റൊരു കൂട്ടം ആൾക്കാരാണ് മഹാപുരോഹിതന്മാർ. ക്രിസ്തുവിനെ അറിയാം, ജീവിതത്തിൽ മറ്റുള്ളവരെ കാണിക്കുവാനുള്ള എല്ലാ ചിട്ടകളും അറിയാം, എല്ലാ നോമ്പുകളും അറിയാം. പക്ഷേ വ്യക്തിപരമായ ക്രിസ്മസിൻ്റെ അനുഭവം ഈ പ്രഹസനങ്ങളുടെയും ആഘോഷങ്ങളുടെയും ഇടയിൽ നഷ്ടമാക്കി പോകുന്ന ആൾക്കാരെ പ്രതിനിധീകരിക്കുന്ന മഹാപുരോഹിതന്മാർ. മൂന്നാമതായിട്ട് തങ്ങളുടെ അറിവ് കൊണ്ടും ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ കൊണ്ടും ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിനെ പോയി വ്യക്തിപരമായി മനസ്സിലാക്കി അവിടെ നിന്നും ജീവിതത്തിൽ പുതിയൊരു അനുഭവത്തിലേക്ക്, രൂപാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്ന വിദ്വാൻമാർ. ഈ ക്രിസ്മസിൽ നമ്മൾ ഈ 3 കൂട്ടരിൽ ആരെപ്പോലെയാണ് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് കഴിയട്ടെ. അത്തരത്തിലുള്ള ഒരു ചിന്ത നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാവുകയും അവിടെ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയും ചെയ്യുമ്പോൾ ഒരു വ്യക്തിപരമായ സന്ദേശമായി ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുന്നു. ഉണ്ണിയേശുവിൻ്റെ പിറന്നാൾ നമ്മുടെ ഹൃദയത്തിൽ യാഥാർത്ഥ്യമാകുന്നത് അത്തരം ഒരു സാഹചര്യത്തിലാണ്. നിങ്ങൾക്ക് ഏവർക്കും സന്തോഷകരമായ ഒരു ക്രിസ്മസ് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.